അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അഹ്ലുസുന്നത്തിൻ്റെ പ്രാസ്ഥാനിക രംഗത്ത് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കൾ, വിശിഷ്യ ശൈഖുന സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ 2013 ICFൻ്റെ മിഡിൽ ഈസ്റ്റ് കമ്മിറ്റിയുടെ മുന്നിൽ ഉസ്താദ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഏറ്റെടുത്ത അന്നു മുതൽ വളരെയധികം പരിശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്ത ധാരാളം ആളുകളുണ്ട്. താഴെ നിസ്കരിക്കാനുള്ള സ്ഥലം പ്രത്യേകം സംഭാവന ചെയ്തവർ, മേലേക്ക് ചെയ്തവർ, അങ്ങനെ എല്ലാ ഓരോന്നും പറഞ്ഞ് ഈ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും അവരുള്ളപ്പോൾ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിൽ ഒരാൾക്കെങ്കിലും സൗകര്യം ചെയ്യാനും അവർക്ക് വേണ്ടുന്ന ആത്മീയമായ, അതല്ലെങ്കിൽ അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ക്ലാസ്സുകൾ ശ്രവിക്കാനും അവരുടെ ജീവിതത്തിൻ്റെ നൈരാശ്യം പൂണ്ട ആ സമയത്ത് മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമയുടെയും ബദറുസാദാത്തിൻ്റെയും ഒക്കെ പ്രാർത്ഥനകൾ ശ്രവിക്കാനും ഉപദേശങ്ങൾ കേൾക്കാനും സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഒരു ക്യാൻസർ രോഗിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായമാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ സാന്ത്വന കേന്ദ്രത്തിലൂടെ സാധ്യമാകുന്നത്. ഉദ്ഘാടനത്തിൻ്റെ വിവരമറിഞ്ഞപ്പോൾ തന്നെ നൂറുകണക്കിന് ആളുകൾ ഒരു ദിവസത്തെ റെൻ്റ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, മൂക്കിലെ ട്യൂബും അതുപോലെ ഓക്സിജൻ സിലിണ്ടറും യൂറിൻ്റെ ബാഗുമെല്ലാമായി ചുറ്റി നടക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ ശരിക്കും ബോധ്യപ്പെടുത്തിയപ്പോൾ കണ്ണു നിറഞ്ഞ് ഈ സമുദായത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും ഏറ്റെടുത്ത മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആ ഒരാവശ്യം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അതവർ നിർവഹിച്ചു തന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ അവിടെ ഇരുന്നു കൊണ്ട് ഒരു ദിവസത്തെ ചെലവ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ 15 ലക്ഷത്തോളം രൂപ ഒരു മാസം ചെലവ് വരുന്ന ആ വലിയ നിയോഗം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് SYS സാന്ത്വനം, കേരള മുസ്ലിം ജമാഅത്ത് തുടങ്ങിയുള്ള പ്രാസ്ഥാനിക സംഘടനാ നേതൃത്വം എല്ലാം തയ്യാറായി രംഗത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ എല്ലാവിധ സഹായ സഹകരണങ്ങളിലും, അതുപോലെ ഓരോ ദിവസം ഓരോ യൂണിറ്റുകൾ ഏറ്റെടുക്കുന്നതിൽ കേരളത്തിലെ യൂണിറ്റുകളും പ്രവാസി സുഹൃത്തുക്കളിൽ കരുണ പറ്റാത്ത ആ അധ്യായങ്ങൾ ഇനിയും ഈ മഹത്തായ സംരംഭത്തിലേക്ക് വന്നു ചേരുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ സംഘടന ചെയ്തു മുന്നോട്ട് പോകും. അതിലൊക്കെ നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്നും, ഇവിടെ ആരെങ്കിലും നിൽക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ സഹായിക്കാനൊക്കെ പറ്റിയ ആളുകൾക്ക് ഇരിക്കാൻ ഇതുവരെ സൗകര്യം കിട്ടിയില്ല, സോറി. ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നാൽ ആദ്യത്തെ ലൈൻ മുതലുള്ള ഞങ്ങളുടെ വളണ്ടിയേഴ്സ് പതുക്കെ അവർക്കുള്ള സൗകര്യത്തിന് മാത്രമുള്ള ആളുകൾ എഴുന്നേറ്റ് തരും. അതൊന്നും വിഷമിക്കേണ്ടതില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ മഹത്തായ ദൗത്യത്തിലേക്ക് ശൈഖുന ഉസ്താദ് അവർകൾ ഇപ്പോഴും പറഞ്ഞത് ഇനിയും സഹായിക്കാനുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ആ സഹായം ഉള്ളവർ വളരെ വ്യക്തമായി ഉസ്താദിനോട് പറയുകയും മന്ത്ലി സഹായം ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ, അതുപോലെ വലിയ സഹകരണങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രയത്നം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈഖുന ഉസ്താദ് അവറുകളുടെ കീഴിൽ ഇനിയും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത്, സാന്ത്വന സാമൂഹ്യ ക്ഷേമ രംഗത്ത് നമുക്ക് മനസ്സ് തുറന്ന് പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ പുന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സ്വർഗീയാരാമത്തിൽ സംഗമിക്കാൻ സർവശക്തൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിരുന്ന് വാക്കുകൾക്ക് തൽക്കാലം വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.